ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കോർണർ ട്രിക്കാണ്. നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള രണ്ട് കോർണർ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ട് മാക്സിമം കയറി സപ്പോർട്ട് ചെയ്യാം. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മൾ 18K സബ് ഉള്ള ചാനൽ പോയിട്ട് നമ്മൾ വീണ്ടും തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 350 സബ്ബായിട്ടുണ്ട്. നമുക്ക് ഇനിയും 1K അല്ലെങ്കിൽ 18K എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ മാക്സിമം കയറി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൊക്കെ ഇവിടെ ഓൾ ടച്ച്. അപ്പോൾ ഗായ്സ് നമ്മുടെ രണ്ട് എഫക്റ്റീവ് ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാണ്ട്, ഇത് എപ്പോഴും ട്രൈ ചെയ്ത് ചിലപ്പോൾ നടക്കണമെന്നില്ല. നമ്മുടെ ഗെയിമിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ മാറി ട്രൈ ചെയ്യുക. ഒരു കളി ഫുൾ ടൈം ഇത് തന്നെ യൂസ് ചെയ്ത് നടക്കില്ല. ഞാൻ അങ്ങനെ കുറേ നോക്കി അങ്ങനെ നടക്കണില്ല. പക്ഷേ ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യ ടൈമും കാര്യങ്ങളൊക്കെ നോക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ കഴിച്ച് ഇതാണ് ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രൈഫാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ നേരെ ഷോർട്ട് കോൺ എടുക്കുന്ന സ്വിച്ച് എടുത്ത് നേരെ മാറ്റണു. അപ്പോൾ നേരെ വരുന്ന പ്ലെയറിന് നേരെ പാസ് കൊടുക്കുന്നു. അവിടെ നിന്ന് നേരെ ജസ്റ്റ് അപ്പം തന്നെ വരുന്ന സ്പോട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ടീം അവിടെ നിന്ന് നല്ല ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ഗോളാണ്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലെഫ്റ്റ് കോർണർ എടുക്കുന്ന റൈറ്റ് കോർണർ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഫുട്ടറെ കൊണ്ട് എടുപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷോർട്ട് കോർണർ എടുത്തിട്ട് വരുന്ന പ്ലെയർ, ലെഫ്റ്റ് കോർണറാണ് എടുക്കണമെങ്കിൽ ഷോർട്ട് കോർണർ എടുത്തിട്ട് വരുന്ന പ്ലെയർ എപ്പോഴും ഒരു റൈറ്റ് ഫുട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് കോർണർ എടുക്കുമ്പോൾ ഒരു റൈറ്റ് ഫുട്ടർ ആയിരിക്കണം എടുക്കണം. അതുപോലെ തന്നെ ഷോർട്ട് കോർണർ എടുത്തിട്ട് വരുന്ന പ്ലെയർ എപ്പോഴും ഒരു ലെഫ്റ്റ് ഫുട്ടർ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കോർണർ എഫക്റ്റീവായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ഗൈസ് അത് മാക്സിമം ട്രൈ ചെയ്യുക. എപ്പോഴും ട്രൈ ചെയ്യരുത്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ട്രൈ ചെയ്യരുത്. മാറ്റി ട്രൈ ചെയ്യുക. കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാമുള്ള ഇടയ്ക്ക് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രിക്ക് തന്നെയാണ്. മാക്സിമം ട്രൈ ചെയ്യുക ഗൈസ്. ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. നമുക്ക് നേരെ രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഓപ്പണൻ്റ് പൊസിഷൻ, അതായത് ഇങ്ങനെ നിൽക്കുന്ന പൊസിഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലെയർ ഇവിടെയും പിന്നെ ഓപ്പണൻ്റ് ഡിഫൻസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ. നേരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു ഷോട്ട് എടുക്കുക. സ്റ്റണ്ടിങ് ആയാലും എന്തായാലും ഷോട്ട് എടുക്കുക. സിമ്പിളായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. ഈ സംഭവം ഈ സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഓപ്പണൻ്റ് പൊസിഷൻ എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഷോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് ഒരു ഗോളായിരിക്കും അത്. അപ്പോൾ ഗൈസ് ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഇത് തന്നെ ട്രൈ ചെയ്യരുത്. എപ്പോഴും മാറ്റി ട്രൈ ചെയ്യണം. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ ട്രൈ ചെയ്ത് മാറ്റി ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ എഫക്റ്റീവ് ആകത്തുള്ളൂ. ഒരു കളിയിൽ എനിക്ക് കിട്ടുന്ന ഓർമ്മ മൊത്തം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഏറെക്കുറെയൊക്കെ ഓപ്പണൻറ്റ് മനസ്സിലാക്കി അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ചെയ്യുക. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് ഇതും എഫക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സംഭവം നിങ്ങൾ എടുക്കുമ്പോൾ നോക്കണം, അത് അങ്ങനെയാണ് പൊസിഷൻ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കത്തുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.